ഇത്രയും നീചമായി എൻ്റെ കുട്ടീനെ ഇങ്ങനെ ചെയ്തിട്ട് അവസാനം തൂക്കുകയറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമമുണ്ടെന്ന് കേൾക്കുമ്പോൾ നെഞ്ചു പൊട്ടി പോകുന്ന വാക്കുകളാണ് സുപ്രീം കോടതി എനിക്ക് കേൾക്കേണ്ടി വന്നത്. ഇത്ര നേരം ഞാൻ നീതി കിട്ടുമെന്ന് വിചാരിച്ച ഞാനിപ്പോ അഭിഭാഷകരുടെ പിഴവാണോ ഇതിനകത്ത് ഉള്ളത്? തീർച്ചയായിട്ടും. ഒന്നും വാദിക്കാൻ അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് എന്റെ കുട്ടിയുടെ കേസിന്റെ വിധി ഇങ്ങനെയാക്കിയില്ലേ? ഉണ്ട്, സർക്കാരിന്റെ ഒരു ഇടപെടൽ കുറവായ കാരണം തന്നെയാണ് ഇത് ഇങ്ങനെയെല്ലാം സംഭവിച്ചത്. കൊടുക്കാൻ ഇനി ഇതിന്റെ പിന്നാലെ തന്നെയാണ് ഞാൻ. കാരണം എവിടെ എനിക്ക് നീതി കിട്ടുമോ അവന് തൂക്കിക്കൊല്ലം വിധിക്കുന്നവരെ ഞാൻ അതിന്റെ പിന്നാലെ തന്നെ പോവും. ഞാൻ എവിടേക്ക് നീതി കിട്ടും അവിടെ വരെ ഞാൻ പോവും. മുഖ്യമന്ത്രിയെ കാണും, എന്റെ കാര്യങ്ങൾ ഞാൻ പറയും. എനിക്ക് നീതി കിട്ടുന്നവരെ ഞാൻ അവിടെ ഒരു പെൺകുട്ടീനെ ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് അവസാനം ഇത് കിട്ടുന്നൊരു പ്രതീക്ഷ ഞാൻ ഇത്ര നേരം ഇരുന്നത്. ഒന്നും അറിയാത്തൊരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട് എന്റെ കുട്ടിയുടെ കേസ് ഇങ്ങനെയെല്ലാം കുഴച്ചു മറിച്ചില്ലേ? ഞാനിതിന് എവിടെ വരെ പോവാൻ പറ്റുമോ അവിടെ വരെ ഞാൻ പോവും. ഞാൻ മുഖ്യമന്ത്രിനെ കാണും. കൊടുത്തിട്ടുണ്ട്. അന്ന് ഞാൻ ആവശ്യപ്പെട്ടത് എന്റെ വക്കീൽ ഈ കേസ് കീഴ്ക്കോടതിയിൽ ഹൈക്കോടതിയിൽ ബാധിച്ച വക്കീലിനെ തന്നെ സുപ്രീം കോടതിയിലേക്ക് എന്നെ വാണം പറഞ്ഞിട്ടാണ് ഞാൻ അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവരത് ശ്രമിക്കാമെന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഗോവിന്ദൻ ജാമ്യം അന്ന് കൊടുത്ത് അത് തള്ളിപ്പോയി, ജാമ്യം തള്ളിപ്പോയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ ഭരണം മാറിക്കഴിഞ്ഞപ്പം ഇവരിങ്ങനെ ഒരു വക്കീലിനെ മാറ്റിയതോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ ഭരണം മാറി വക്കീലിനെ മാറ്റി ഒന്നും അറിയാത്ത ഒരു വക്കീലിനെ കൊണ്ടുപോയിട്ട് അവിടെ നിർത്തി. ഒന്നും അയാൾക്ക് അറിയൂല. എൻ്റെ കുട്ടിയുടെ കേസിന് ഇത്രമാത്രം തെളിവുകൾ ഉണ്ടായിട്ട് 1, 2, 3, 4 തെളിവുകളല്ല, അവളുടെ നഖത്തിന്റെ ഉള്ളിൽ നിന്ന് അവന് പിച്ച് മാന്തിയിട്ടുള്ള അവന്റെ തൊലിയാണ് അവളുടെ ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. എന്നിട്ട് പോലും തെളിവില്ല എന്ന് പറഞ്ഞ് സുപ്രീം കോടതി എന്താ ഇങ്ങനെ അറിയില്ല. ഇത്രയെല്ലാം തെളിവുകൾ ഉണ്ടായിട്ട് എൻ്റെ കുട്ടിയുടെ ദേഹത്ത് അവന്റെ മുടിയടക്കം കിട്ടി. പല തെളിവുകളും എൻ്റെ കുട്ടിയുടെ ദേഹത്തിന് അവന്റെ നിന്ന് കിട്ടി. അവൾക്കും അതെ ഏറ്റവും വലിയ തെളിവുള്ളൂ അവന്റെ ശരീരത്തിൽ അവളുടെ നഖത്തിന്റെ ഉള്ളിലുണ്ടായിരുന്ന അവന്റെ തൊലികള്. ആ മാംസം മുഴുവൻ അവളുടെ നഖത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നില്ല. അതിനല്ലേ വലിയ തെളിവ്. എന്നിട്ട് എന്ത് സുപ്രീം കോടതി ഇങ്ങനെ ഒരു നീതി പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇതിന്റെ പിന്നില് ആരെല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ സത്യം തന്നെയാണ്. അല്ലാതെ ഇതൊരിക്കലും ഇങ്ങനെ വരില്ലേ. ഇത് ഒന്നും അറിയാത്ത ഒരു വക്കീലിനെ കൊണ്ട് നിർത്തിയിട്ട്
ഇങ്ങനെ ഒരു വിധി പറയേണ്ട ഒരു അവസ്ഥയിൽ എത്തിച്ചത് വളരെ ദുഃഖമായുള്ള ഒരു കാര്യമാണത്. ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, 2011 എൻ്റെ കുട്ടിക്ക് ഇത് സംഭവിച്ച അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു എന്നെ ഒരു സൗമ്യ ഉണ്ടാവരുതെന്ന്. പക്ഷെ ദിവസം സൗമ്യന്മാർ കൂടി കൂടി വരിക. ഇനിയിപ്പോൾ കൂടുതലാവുമല്ലേ.